അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഹാഫിദ് ഓതിയ ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ? യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത്ത് മിൻ ഖൈരിൻ മുഹ്ളറ വമാ അമിലത്ത് മിൻ സൂഇൻ തവദ്ദു ലൗ അന്ന ബൈനഹാ വ ബൈനഹു അമദൻ ബഈദ വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സ വല്ലാഹു റഊഫും ബിൽ ഇബാദ്. ഈ ആയത്തൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. അള്ളാഹു ഒരു ദിവസത്തെ പറ്റി നമ്മളോട് ഓർമ്മിക്കാൻ പറയുകയാണ്. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത്ത് മിൻ ഖൈരിൻ മുഹ്ളറ. ഓരോ ശരീരവും അവര് ചെയ്ത സൽക്കർമ്മങ്ങളൊക്കെ അവിടെ ഹാലിറായിട്ട് എത്തിക്കുന്ന ഒരു ദിവസം. ചെയ്ത സൽക്കർമ്മങ്ങളെല്ലാം അവിടെ മുമ്പിൽ കൊണ്ടുവന്നു വെക്കും. വമാ അമിലത്ത് മിൻ സൂഇൻ, എന്തെങ്കിലും തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ തവദ്ദു ലൗ അന്ന ബൈനഹാ വ ബൈനഹു അമദൻ ബഈദ, ഈ തിന്മയുടെയും എന്റെയും ഇടയിൽ ഒരുപാട് ദൂരമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു, അത് കാണാൻ പോലും പറ്റുന്നില്ലല്ലോ എന്ന് കൊതിച്ചു പോകുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന്. വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സ, അള്ളാനെ പറ്റി തന്നെ മുന്നറിയിപ്പ് തരുകയാണ്, സൂക്ഷിക്കണട്ടോ. വല്ലാഹു റഊഫും ബിൽ ഇബാദ്, അതേ സമയത്ത് അടിമകളോട് നല്ല കാരുണ്യവും വാത്സല്യവും ഉള്ള ആളാണ് അള്ളാഹു. അപ്പൊ ഈ ഒരു ദിവസത്തെ പറ്റി അള്ളാഹു തആല ഓർമ്മിക്കാനാണ് പറയുന്നത്. മനുഷ്യർ ചെയ്ത എല്ലാ നന്മകളും പരലോകത്തെത്തിക്കുകയാണ്. മനുഷ്യർ ചെയ്ത എല്ലാ തിന്മകളും കാണുമ്പോ പേടിച്ച് വിറക്കുകയാണ്. ലൗ അന്ന ബൈനഹാ വ ബൈനഹു അമദൻ ബഈദ, എന്റെയും ഈ തിന്മക്കൂട്ടത്തിന്റെയും ഇടയിൽ കുറെ ദൂരമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കൊതിച്ചു പോകുകയാണ്. ഇത് കാണാൻ പോലും അദ്ദേഹത്തിന് പറ്റുന്നില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ ശ്രദ്ധിക്കണം. നന്മകൾ വേണ്ടി നാം ശ്രമിക്കുക. നമ്മൾ നിസ്സാരമായി കാണുന്ന ഏത് കാര്യങ്ങളും അള്ളാന്റെ അടുത്ത് അത് വലിയ കൂലിയുള്ള കാര്യമായിരിക്കും, ചെറിയ നന്മയാണെങ്കിലും. ലാ തുഹക്കിർ മിനൽ മഅറൂഫി ഷൈഅ, നല്ല കാര്യം ഒന്നും നീ അത് ചെറുതായിട്ട് കാണണ്ട. നീ ചെറുതായിട്ട് കണ്ടാലും അള്ളാന്റെ അടുത്ത് അതിന് വലിയ കൂലിയുണ്ടാകും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഉണർത്തിയതാണ്. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന സന്ദർഭം, രാത്രിയിൽ ഉമർ തങ്ങൾ ഇങ്ങനെ ചുറ്റി ഇറങ്ങും. തന്റെ ആളുകളുടെ, പാവപ്പെട്ടവരുടെ അവസ്ഥ എന്താണ് എന്ന് അറിയാൻ വേണ്ടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രാത്രിയിൽ ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇന്നലെ കാണാത്ത ചെറിയൊരു ടെന്റ് ഒരു ഭാഗത്ത് ഉയർന്നു കാണുന്നു. ഇന്നലെ പോയപ്പോ ആ ടെന്റ് അവിടെ ഇല്ല. ഇന്ന് നോക്കുമ്പോൾ അവിടെ ഒരു ടെന്റ്, ഒരു ചെറ്റക്കുടിൽ പോലെ ഒരു ടെന്റ് അവിടെ ഉയർന്നു കാണുന്നു. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ഭാഗത്തേക്ക് പോയി. നോക്കുമ്പോ, അതിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോ ഒരു പെണ്ണ് ഏങ്ങലടിച്ച് കരയുന്നു. നിസ്സഹായനായി ആ പെണ്ണിന്റെ ഭർത്താവ് അവിടെ നിൽക്കുന്നുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെന്നിട്ട് ചോദിച്ചു, മിമ്മനി റജുലു, നിങ്ങൾ ആര്? അപ്പൊ പറഞ്ഞു, ഞാൻ ഖദിംതു മിനൽ ബാദിയ, മലഞ്ചെരുവിൽ നിന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ്. ഉസീബ മിൻ ഫളലി അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീന്റെ ഔദാര്യം എന്തെങ്കിലും കിട്ടണം എന്ന് വിചാരിച്ച് അമീറുൽ മുഅ്മിന്റെ വീടിന്റെ അടുത്തുള്ള ഈ പ്രദേശത്ത് ഞാൻ വന്നിരിക്കുകയാണ് എന്ന്. അദ്ദേഹത്തിന് അറിയൂല തൊട്ട് മുമ്പിൽ ഇരിക്കുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് എന്ന് അദ്ദേഹത്തിന് അറിയൂല. അപ്പൊ ചോദിച്ചു, ഏതാ ഒരു പെണ്ണ് അവിടെ കരയുന്നത്? ഇംറഅത്തുൻ തതമഖലു, ആ പെണ്ണ് പ്രസവവേദനയിലാണ്, അതുകൊണ്ടാണ് കരയുന്നത്. ഉമർ തങ്ങൾ ചോദിച്ചു, ആ പെണ്ണിനെ സഹായത്തിന് ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു വേഗം വീട്ടിൽ പോയി. വീട്ടിൽ പോയിട്ട് ഉമ്മു കുൽസൂം ഭാര്യയോട് പറഞ്ഞു, അല്ലാഹു തആല നിനക്ക് കൂലി തരാനുള്ള
ഒരു പ്രവർത്തനം വെച്ചിട്ടുണ്ടെങ്കിൽ നീ അതിന് വരാൻ തയ്യാറാണോ ഉമ്മു കുൽസൂമേ എന്ന് ചോദിച്ചു. പടച്ച റബ്ബിന്റെ കൂലി കിട്ടുന്ന കാര്യല്ലേ, ഞാൻ വരാം എന്ന് ഉമ്മു കുൽസൂം ഭർത്താവായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, പ്രസവവേദന അനുഭവിക്കുന്ന ഒരു പെണ്ണ് തൊട്ടപ്പുറത്തുണ്ട്, സഹായത്തിന് ആരുമില്ല, അതുകൊണ്ട് ഗർഭിണികൾക്ക് ആവശ്യമാകുന്ന ഏതാനും തുണിക്കഷ്ണങ്ങളും എണ്ണയും നീ എടുക്കണം, ആ ചെമ്പും കുറച്ച് ധാന്യങ്ങളും നീ എടുക്കണം എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിർദ്ദേശം കൊടുക്കുകയാണ്. അങ്ങനെ ഈ ചെമ്പ് തലയിൽ വെച്ച്, ധാന്യങ്ങൾ അടങ്ങിയ ഈ ചെമ്പ് തലയിൽ വെച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹും തുണിക്കഷ്ണയും എണ്ണപ്പാത്രവുമായിട്ട് ഭാര്യ പിന്നാലെയും അവര് നേരെ ആ വീടിന്റെ അടുത്തേക്ക് പോയി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉമ്മു കുൽസൂമിനോട് പറഞ്ഞു, നീ ആ പെണ്ണിന്റെ അടുത്തേക്ക് ചെല്ല് എന്ന്. ഭർത്താവിനെ വിളിച്ചിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ തീ കൊണ്ടുവാ എന്ന് പറഞ്ഞ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടുപ്പ് കൂട്ടി. ഉമർ റളിയല്ലാഹു തആല തന്നെ അടുപ്പിൽ കത്തിച്ച് ആ ചെമ്പ് അടുപ്പത്ത് വെച്ച് അടുപ്പിൽ ഊതുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ താടിയിലൂടെയും തലയിലൂടെയും ആ പുക ഇങ്ങനെ ഇറങ്ങുന്നുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ പറയുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് അടുപ്പ് കത്തിച്ച് അത് വേവിക്കുകയാണ്. അപ്പോഴാണ് ഉമ്മു കുൽസൂം ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുന്നത്, യാ അമീറൽ മുഅ്മിനീൻ ബശ്ശിർ സാഹിബക ബിഗുലാം, അമീറുൽ മുഅ്മിനീൻ നിങ്ങളെ കൂട്ടുകാരനോട് അറിയിക്കൂ, ഇവിടെ ആൺകുട്ടിയെ പെണ്ണ് പ്രസവിച്ചിട്ടുണ്ട് എന്ന്. അമീറുൽ മുഅ്മിനീൻ എന്നുള്ള വിളി കേട്ടപ്പോഴാണ് ഇദ്ദേഹം ഷോക്കായത്, ഭർത്താവായ ആള് ഷോക്കായത്. അമീറുൽ മുഅ്മിനീനോ, അഹാക്കദാ തഫ്അലു ബിനഫ്സിക, അമീറുൽ മുഅ്മിനീൻ നിങ്ങളാണോ ഇത് ചെയ്യുന്നത്? അദ്ദേഹം ആകെ നാണം കെട്ടുപോയി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതിനൊന്നും വിഷയമല്ല, മൻ വല്ലാ ശൈഅൻ മിൻ ഉമൂരിൽ മുസ്ലിമീൻ യംബഗി അൻ യതതല്ലഅ അലാ സഗീരി ഉമൂരിഹിം വകബീരി, മുഅ്മിനീങ്ങളുടെ കാര്യങ്ങളുടെ ചുമതല ആരെങ്കിലും ഏറ്റെടുത്താൽ അവരുടെ ചെറുതും വലുതുമായ കാര്യത്തിൽ ഇടപെടേണ്ടി വരും, അത് ചോദിക്കപ്പെടുന്നതാണ് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആ ഭക്ഷണം ആ പെണ്ണിനോട്, ഭാര്യയോട്, ആ പ്രസവിച്ച് കിടക്കുന്ന ആ സ്ത്രീക്ക് കൊടുക്കാൻ പറഞ്ഞു. കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭക്ഷണം ഭർത്താവിനോട് പറഞ്ഞു, നീ ചെമ്പിൽ ബാക്കിയുള്ളത് നീ തിന്നണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നാളെ നീ എൻ്റെ വീട്ടിൽ വരികയും വേണം എന്ന്. പിറ്റേ ദിവസം അദ്ദേഹം വീട്ടിൽ വന്നപ്പോ അവർക്ക് ജീവിക്കാൻ ആവശ്യമായത് മുഴുവൻ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പാർസലാക്കി, ലഗേജ് ആക്കി കൊടുത്തു എന്ന് ചരിത്രത്തിൽ കാണാം. പ്രിയപ്പെട്ടവരെ, ഇത് വലിയൊരു പാഠമാണ് നമുക്ക് നൽകുന്നത്. ഈ സേവനം എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. ഇപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതാണ്, റിസൾട്ട് വന്നതാണ്, ഒരുപാട് ആളുകൾ മെമ്പർമാരായതാണ്, അതുപോലെ പഞ്ചായത്ത് സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ ആയിട്ട് ഉയരേണ്ടവരാണ്. പക്ഷേ സേവനം അത് നല്ല നിലക്ക് ചെയ്യുമ്പോൾ റബ്ബ് വലിയ കൂലിയാണ് തരുന്നത്. അത് അവരുടെ ഒരു ബാധ്യതയും കൂടിയാണ് എന്നാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത്. എല്ലാ ജനസേവകരും ഇതൊരു വലിയ ഇബാദത്തായിട്ട് കണ്ടാൽ പടച്ച റബ്ബ് വലിയ കൂലി തരും. അതാണ് ലാ തുഹക്കിർ മിനൽ മഅറൂഫി ഷൈഅ, നന്മയിൽ നിന്ന് ഒന്നും ചെറുതായിട്ട് കാണണ്ട. പടച്ച റബ്ബ് വിചാരിച്ചാൽ അതുകൊണ്ട് തന്നെ സ്വർഗത്തിലെത്താമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് അതാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ പഠിക്കുവാനും ദീനനുസരിച്ച് ജീവിക്കുവാനുമുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. കടുത്ത മത്സരം നടന്ന പടന്നയുടെ 13-ാം വാർഡിലെ സ്ഥാനാർത്ഥി, അദ്ദേഹം നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ മുമ്പ് ഇവിടെ വന്നിരുന്നു. കുട്ടികളൊക്കെ കൂട്ടിയിട്ട് അദ്ദേഹം ഒരു ദുആ നടത്തിയിട്ടാണ് അദ്ദേഹം നോമിനേഷൻ കൊടുക്കാൻ പോയത്. അദ്ദേഹം അന്ന് തന്നെ കുട്ടികൾക്ക് ഭക്ഷണം നേർച്ചയാക്കിയിട്ടുണ്ട്. ഇന്നലെ അദ്ദേഹത്തിന് ഉജ്ജ്വല വിജയം കിട്ടിയപ്പോൾ ഇന്ന് ഇവിടെ വരാമെന്നും എൻ്റെ വക കുട്ടികൾക്ക് ഒരു ദിവസത്തെ ഭക്ഷണമുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് മുന്തിയ ജസാ നൽകുമാറാകട്ടെ.
ആത്മാർത്ഥമായി ജനസേവനം നടത്താനും അത് മുഖേന അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനം കിട്ടാനുമുള്ള മഹാസൗഭാഗ്യം അള്ളാഹു തആല നൽകുമാറാകട്ടെ. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.